സ്റ്റാൻഡ് ഹിയർ അണ്ടിൽ ഐ വിൽ കം ബാക്ക്. ഞാൻ തിരിച്ചു വരുന്നത് വരെ നീ ഇവിടെ നിൽക്ക്. നെക്സ്റ്റ് വൺ, ഐ വിൽ കോൾ യു ആസ് സൂൺ ആസ് ഐ വിൽ റീച്ച് ദെയർ. ഞാൻ അവിടെ എത്തിയാൽ ഉടനെ നിന്നെ വിളിക്കാം. തേർഡ് വൺ, ഷീ വിൽ റിട്ടേൺ ദ ബുക്ക് ആഫ്റ്റർ ഷീ വിൽ റീഡ് ഇറ്റ്. അവൾ ആ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ തിരിച്ചു തരും. ഫോർത്ത് വൺ, യു വിൽ നോട്ട് പാസ് അൺലെസ് യു വിൽ വർക്ക് ഹാർഡ്. നീ കഠിനമായി പ്രയത്നിച്ചില്ലെങ്കിൽ ജയിക്കുകയില്ല. ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് എല്ലാവരും വിചാരിച്ചു വച്ചിരിക്കുന്നത് ഈ വാക്യങ്ങൾ ശരിയാണെന്നാണ്. എന്നാൽ ഈ വാക്യങ്ങൾ ഗ്രാമാറ്റിക്കലി തെറ്റാണ്. എന്താണ് കാരണമെന്നറിയണ്ടേ? സാധാരണയായി അണ്ടിൽ, അൺലെസ്, ആസ് സൂൺ ആസ്, ഇഫ്, വെൻ, ആഫ്റ്റർ, ബിഫോർ തുടങ്ങിയ കൺജങ്ഷൻ കൊണ്ട് തുടങ്ങുന്ന ക്ലോസുകളിൽ ഭാവികാല രൂപങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അതായത് വിൽ, ഷാൽ മുതലായ വെർബ് ഉപയോഗിക്കാറില്ല. പകരം സിമ്പിൾ പ്രസൻറ്റോ പ്രസൻറ്റ് പെർഫെക്റ്റോ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ റൂൾ അനുസരിച്ച് നമുക്ക് ഈ ഓരോ വാക്യവും എങ്ങനെ കറക്റ്റ് ചെയ്യാൻ നോക്കാം. സ്റ്റാൻഡ് ഹിയർ അണ്ടിൽ ഐ വിൽ കം ബാക്ക് എന്നുള്ളത് എങ്ങനെ മാറ്റണം? സ്റ്റാൻഡ് ഹിയർ അണ്ടിൽ ഐ കം ബാക്ക് എന്ന് മതി, വിൽ വേണ്ട. രണ്ടാമത്തേത്, ഐ വിൽ കോൾ യു ആസ് സൂൺ ആസ് ഐ വിൽ റീച്ച് ദെയർ. അവിടെയും വിൽ വേണ്ട. ആദ്യത്തെ വില്ലല്ല, രണ്ടാമത്തെ വില്ല്. ഐ വിൽ കോൾ യു ആസ് സൂൺ ആസ് ഐ റീച്ച് ദെയർ മതി. മൂന്നാമത്തേത്, ഷീ വിൽ റിട്ടേൺ ദ ബുക്ക് ആഫ്റ്റർ ഷീ വിൽ റീഡ് ഇറ്റ്. അവിടെ വില്ലിന് പകരം ആഫ്റ്റർ ഷീ ഹാസ് റെഡ് ഇറ്റ് എന്ന് പറയണം. ഷീ വിൽ റിട്ടേൺ ദ ബുക്ക് ആഫ്റ്റർ ഷീ ഹാസ് റെഡ് ഇറ്റ്. അവസാനത്തെ വാക്യം, യു വിൽ നോട്ട് പാസ് അൺലെസ് യു വിൽ വർക്ക് ഹാർഡ് എന്നുള്ളത് എങ്ങനെ വരണം? യു വിൽ നോട്ട് പാസ് അൺലെസ് യു വർക്ക് ഹാർഡ് മതി. അവിടെയും വില്ലിൻ്റെ ആവശ്യം ഇല്ല.